എന്തായിരിക്കും? അല്ല, ആ വിഷയത്തിൽ പാർട്ടിയുടെ നടപടി നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ എടുത്തതാണ്. പരാതി ഇപ്പോഴാണ് വന്നത്. പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നടപടി എടുത്തു. ഇത്തരത്തിൽ സമാനമായ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാറുള്ള ഒരു ഡിഫൻഡും ആ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം മാറി. തുടർന്നാണല്ലോ ഞാൻ പ്രസിഡൻ്റാകുന്നത്. KPC മെമ്പറായിരുന്നു, പിന്നെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നീക്കം ചെയ്യുകയും പാർലമെൻ്ററി പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി പാർട്ടി എടുത്തു. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് എടുക്കാവുന്ന നടപടികൾ പാർട്ടി നേരത്തെ എടുത്തതാണ്. ആ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പരാതി വന്നത് ഇപ്പോഴാണ്. പരാതി ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. സർക്കാർ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നടത്തുന്നതിനോടും യൂത്ത് കോൺഗ്രസ് എതിരല്ല. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അന്വേഷണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാഭാവികമായും അതിന് പാർട്ടിയെയും സംഘടനയെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചർച്ചകളോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരമൊരു വിവാദം ഉണ്ടാകുന്ന ഘട്ടത്തിലോ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്തോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും എടുത്തിട്ടുള്ള ഒരു ഡിഫൻഡും ഒരു ഘട്ടത്തിൽ പോലും യൂത്ത് കോൺഗ്രസോ എടുത്തിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ പോലുമുള്ള ന്യായീകരണങ്ങളുമായി ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുമില്ല. ഇപ്പോൾ പരാതി സർക്കാരിൻ്റെ മുമ്പിലാണ്. സർക്കാർ ആ പരാതിയുമായി ബന്ധപ്പെട്ട് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, അതാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തുടക്കം മുതൽ തന്നെ ഫസ്റ്റ് ആരോപണം യുവനടി ഉന്നയിച്ച സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് വലിയ എതിർപ്പ് അന്നുണ്ടായിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ACCക്ക് വരെ പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ എതിർപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ എതിർപ്പുകൾ നിലനിൽക്കുന്ന കോൺഗ്രസ് അവിടെ നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ഇതിന്റെ രാഷ്ട്രീയമായിട്ട് CPM ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരോപിക്കുന്ന മുതിർന്ന നേതാക്കൾ അവിടെ നിൽക്കുന്നു. അതെല്ലാം നിൽക്കുമ്പോഴും CPM അത് കൃത്യമായിട്ട് ആ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കരുതുന്നുണ്ടോ? സ്വർണ്ണക്കൊള്ള കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ മാത്രവുമല്ല, ഇവർ പറയുന്നത് പോലെയുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ഇവിടെയുണ്ട് കേസുള്ള MLA-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പം ആ രീതിയിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങ് അടിച്ചമർത്തി കളയാം ഈ കേസ് കൊണ്ട് എന്ന CPM-ന്റെ ഉദ്ദേശം അത് സാധ്യമാകാൻ സാധ്യതയുണ്ട്. തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും ആശങ്കയുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്നത് സത്യമാണ്. നമ്മൾ വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ഒരു അതിവൈകാരികമായ ഒരു വിവാദം ഉയർന്നു വന്നത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്നുള്ള ഭയം, ഭീതി സ്വാഭാവികമായും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് അവർ പേർത്തും പറയുന്നത്. അതായത് നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ. പക്ഷേ അവർ അങ്ങനെ പറയുമ്പോഴും അത് ഉയർന്നു വന്ന ഒരു സമയം, ഒരു സാഹചര്യം അത് കുറെ കൂടി സ്പെസിഫിക്കായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിന് പിന്നിൽ CPM-ന്റെ ഇടപെടൽ ഇല്ലേ എന്ന തരത്തിലുള്ള ഒരു മറു ചോദ്യം കൂടി അതിനൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അതായത് ഭീതിയുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം നോക്കൂ. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ UDF-ന് അനുകൂലമായ ഒരു ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ UDF-ന്റെ വിലയിരുത്തൽ. അത് സ്വർണ്ണക്കൊള്ളയായാലും സർക്കാരിനെതിരായിട്ട് ഉയർന്ന വിവാദങ്ങളായാലും ഈ സർക്കാർ വിരുദ്ധ ഒരു മൈൻഡുള്ള ആളുകളുടെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ പല തരത്തിലുള്ള അനുകൂലമായ ഘടകങ്ങൾ UDF-ന് അനുകൂലമായി ഉണ്ടായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പ്രക്രിയയും മറ്റും നടക്കുന്ന സമയത്താണ് വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാവുകയും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പത്മകുമാർ ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ പോകുന്നു. അതായത് ഭഗവാന്റെ സ്വർണം കട്ട കേസിൽ CPM-ന്റെ ഒരു നേതാവ് ജയിലിൽ പോകുന്നു എന്നത് വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ്. അങ്ങനെ വലിയ തോതിൽ CPM-നെ LDF-നെ കടന്നാക്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് UDF ഒരു മേൽക്കൈ നേടി നിൽക്കുന്ന സമയത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പുതിയ ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വരുന്നതും പിന്നാലെ പെൺകുട്ടി പരാതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതായത് അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ നിലവിൽ പാർട്ടിയിലില്ല, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് പുറത്താക്കുകയോ MLA സ്ഥാനം രാജിവെക്കുകയോ ചെയ്യുകയാണ്. അത് പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമപരമായി കോടതി ഇയാൾ തെറ്റുകാരനാണോ എന്ന് കാണുമ്പോൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ ആ നടപടിയിലേക്ക് നീങ്ങാം എന്നൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. അതിനവർ സമാനമായ ചില സാഹചര്യങ്ങൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു മറുഭാഗത്ത് നിന്നുള്ള. പക്ഷേ
ജയ്ക്ക് അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഇത്രയും ക്രൂരമായ സംഭവ വികാസങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സമാനമായ പല കേസുകളും ചിലപ്പോഴൊക്കെ CPM നേതാക്കൾക്കെതിരെയും ഉയർന്നു വന്ന സാഹചര്യവും സമയവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്, രാഹുലിനെ സംരക്ഷിക്കില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ആഭ്യന്തര വകുപ്പ്, പോലീസ് അവരുടെ നീക്കങ്ങളുമായി നടക്കട്ടെ, തെളിവുകൾ ശേഖരിക്കട്ടെ, അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, അതിനൊന്നും ഒരു തരത്തിലുള്ള വിരോധവുമില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഈ സമയം ഈ പെൺകുട്ടീനെ ഇപ്പോൾ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിന്റെ പിന്നിൽ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണം കൂടി അവർ പറഞ്ഞു വെക്കുന്നു. ഒപ്പം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ ആ വിഷയത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിനെയും പ്രതിരോധിക്കുക എന്നൊരു നീക്കമാണിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ശരി സുനിൽ.